സോ കഴിഞ്ഞ ദിവസം നമ്മുടെ മിലോസ് ട്രിഞ്ചിക്കുമായി ഒഫീഷ്യലി ബ്ലാസ്റ്റേഴ്സ് വേർപിരിഞ്ഞു എന്നുള്ള പോസ്റ്റ് എല്ലാവരും കണ്ടു കാണും. എക്സ്പെക്റ്റഡ് ആയിരുന്നു. മിലോസിന്റെ പടിയിറക്കം എല്ലാവരും നേരത്തെ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ആരാധകർക്ക് നിരാശയില്ല. എനിവേ ഇപ്പോൾ മിലോസ് ട്രിഞ്ചിക്ക് അദ്ദേഹത്തിന്റെ ന്യൂ ക്ലബ്ബ് ഏതാണെന്നുള്ളത് വന്നിട്ടുണ്ട്. തായ്ലൻഡിലേക്കാണ് അദ്ദേഹം പോകുന്നതെന്ന് മാർക്കസ് നേരത്തെ റിവീൽ ചെയ്തിരുന്നു. ബട്ട് ക്ലബ്ബ് ഏതാണ് എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ നൗ ഇറ്റ്സ് ഒഫീഷ്യൽ. തായ്ലൻഡ് ഫസ്റ്റ് ഡിവിഷൻ ക്ലബ്ബായ ബീജിയം പത്തം യുണൈറ്റഡ് FC വേണ്ടിയാണ് മിലോസ് ട്രിഞ്ചിക്ക് ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നത്. ഒഫീഷ്യൽ പോസ്റ്റ് വന്നിട്ടുണ്ട്. ലാസ്റ്റ് സീസൺ ഈ ക്ലബ്ബ് ആ ലീഗിലെ ടേബിളിൽ 3ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. സോ റീസെന്റ് അവർ നല്ല ഫോമിലാണ്. ടോപ്പ് ക്ലബ്ബ് തന്നെയാണ്. എന്ത് തന്നെയായാലും അദ്ദേഹത്തിന് ഒരു ബെറ്റർ ഫ്യൂച്ചർ തന്നെ ഉണ്ടാകട്ടെ. എനിവേ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ അപ്ഡേറ്റിലേക്ക് വരാം. സോ കഴിഞ്ഞ ദിവസം ഒരു റൂമർ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിരുന്നു. അതായത് നമ്മുടെ ക്ലബ്ബ് വിട്ട മിലോസ് ട്രിഞ്ചിക്കിന്റെ പകരക്കാരനായി കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് കേൾക്കുന്ന ഒരു താരത്തിനെ പറ്റി. ചെക്ക് റിപ്പബ്ലിക്കൻ താരമായ ജേക്കബ് പൊക്കോറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് പ്രചരിക്കുന്ന റൂമർ. സോ ഈ ഒരു റൂമർ പുറത്ത് വന്നതിനെ തുടർന്ന് ഒരു ആരാധകൻ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൽ മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു, അതായത് താങ്കളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രചരിക്കുന്ന ഈ റിപ്പോർട്ട് ശരിയാണോ എന്നുള്ളത്. അതിന് അദ്ദേഹം ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഹൂ നോസ്, ആർക്കറിയാമെന്നാണ് അദ്ദേഹം ഇതിന് മറുപടിയായി ആരാധകന് കൊടുത്തത്. സോ ജേക്കബ് പൊക്കോറിനെയും ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന റൂമറിന് ഇതോടുകൂടി ഒരു അവസാനം താരം തന്നെ കുറിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു റൂമർ പ്രചരിച്ചത്. സോ ഒരുപാടൊന്നും നീണ്ടു നിന്നില്ല. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. സാധാരണ റൂമർ പുറത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസം നീണ്ടു നിൽക്കാറുണ്ട്. ഇത് ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു. 24 hours പോലും ആയില്ലാന്ന് തോന്നുന്നു. സോ ഗൈസ്, വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും. ബൈ.